സുധി മരിച്ചപ്പോൾ കയറിക്കിടക്കാൻ പോലും ഒരു വീടില്ലാതെ ഇനി രണ്ട് മക്കളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു രേണു സുധി. ആ ഒരു രേണു സുധിക്ക് ഒരു കിടപ്പാടം ഒരുക്കിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ദാനമായി നൽകിയ 7 സെന്റ് സ്ഥലത്തായിരുന്നു. പിന്നീടാണ് ബിൽഡർ കൂടിയായിരുന്ന ഫിറോസ് അവിടെ വീട് വെച്ച് നൽകിയത്. എന്നാൽ ദാനം കിട്ടിയ പശുവിന്റെ പല്ലളക്കുന്ന രീതിയിലാണ് പിന്നീട് രേണു സുധി പ്രവർത്തിച്ചത്. ഒട്ടും നന്ദിയില്ലാതെ അഹങ്കാരത്തോടു കൂടി ഇവർ രണ്ടുപേർക്കെതിരെയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ രേണുവിനെ തുടർന്നുള്ള ഈ ഒരു ആക്ഷേപം കൊണ്ട് തന്നെ ദാനം നൽകിയ സ്ഥലം ബിഷപ്പ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു എന്നാണ് വിവരം. ഇത് രേണു സുധിയുടെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ്. ബിഷപ്പിനെ രേണു പരിഹസിച്ചും വിമർശിച്ചതും പോരാഞ്ഞിട്ട് സുഹൃത്തുക്കളെ കൊണ്ട് ബിഷപ്പിനെതിരെ രേണു അടുത്തിടെ വീഡിയോകൾ ചെയ്യിപ്പിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ബിഷപ്പ് ഈ ഒരു സ്ഥലം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ 7 ദിവസത്തിനകം ബിഷപ്പിനെ മോശമാക്കുന്ന രീതിയിൽ രേണുവും സുഹൃത്തുക്കളും ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് ഇപ്പോൾ നോട്ടീസും അയച്ചിട്ടുള്ളത്. രേണുവിന്റെ പേരിൽ മാത്രമല്ല സുധിയുടെ മൂത്ത മകൻ കൂടിയായ കിച്ചുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വക്കീൽ നോട്ടീസ്. കാരണം രേണുവിന്റെ പേരിൽ മാത്രമല്ല കിച്ചുവിന്റെ പേരിലും കൂടിയാണ് ഈ ഒരു വീട്. അതുകൊണ്ട് കിച്ചുവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട് നിർമ്മിച്ചു നൽകിയ സംഘടനയ്ക്കെതിരെയും ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെതിരെയും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രേണുവും കുടുംബാംഗങ്ങളുമാണ്. വീട്ടിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുന്നതിന് പകരം അദ്ദേഹത്തെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സും ഇപ്പോൾ നഷ്ടത്തിലാവില്ലായിരുന്നു. എന്താണ് ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.